ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ആ ഒരു സ്നേഹം ആളുകൾ നമ്മളെ സ്വീകരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്ന് പണവുമില്ല, പിന്നെ ഈ സ്റ്റേജിലാണല്ലോ മറ്റേ തത്സമയ വായനയാണല്ലോ മൃദംഗായാലും. ഇവരെ പെട്ടിയും ഇതിലെടുത്ത് നമ്മൾ പോകണം പറകില്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. നമസ്കാരം. കലോത്സവവേദിയിലാണ്. കലോത്സവവേദിയിൽ ഇന്നൊരാളെ കണ്ടെത്തി. നടനാണ്, മാഷാണ്, എല്ലാം കൊണ്ടും സുന്ദരനാണ്. കുഞ്ഞികൃഷ്ണൻ. നമസ്കാരം. നമസ്കാരം മാഷെ. കുറേ കണ്ടിട്ട് നമ്മൾ ഒത്തിരി പല സ്ഥലത്ത് ഇന്റർവ്യൂ എടുക്കണമെന്ന് പറയാം. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ മണിയാശാനായിട്ട് നമ്മൾ ഇന്റർവ്യൂ അല്ലേ? എന്തായാലും നമ്മൾ എടുക്കും. കലോത്സവവേദിയിലെത്തി. എങ്ങനെയുണ്ട് കണ്ടിട്ട്? മികച്ച പങ്കാളിത്തം, നല്ല സംഘാടനം, കുട്ടികൾക്കൊക്കെ നല്ല അഭിപ്രായം, എല്ലാം കൊണ്ടും. മിനിസ്റ്റർ നമ്മളെ പഠന പഞ്ചായത്തിൽ ഒരു കുട്ടീനെ വിളിച്ച് പ്രത്യേകം ഓൺലൈൻ മത്സരത്തിൽ പങ്കെടുപ്പിച്ചു. ചരിത്രത്തിൽ ആദ്യം ചരിത്ര സംഭവം ഇപ്പൊ പങ്കെടുപ്പിച്ചു. അതെ. ആ കുട്ടി ക്വാറന്റൈനിലാണ്, മത്സരിക്കാൻ പറ്റൂല എന്ന് മന്ത്രിക്ക് ഒരു കത്തയച്ചു കൊടുത്തു. മന്ത്രി അപ്പം തന്നെ അത് തീരുമാനമെടുത്തു. കുട്ടികളെ ചേർത്ത് പിടിക്കും. അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ. ഒരു ഇന്ത്യയിൽ വെച്ചാൽ നമ്മൾ ഇവിടെ കലോത്സവം, പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളെ ഉണ്ടായിട്ടില്ല. ഒരു കുട്ടി, അതൊക്കെ ഒരു സർക്കാരിന്റെ ഒരു ഭാവമാണ്. അത് മിനിസ്റ്ററിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അതെ. ഈ മാഷിന്റെ ഒരു കലോത്സവമൊക്കെ എന്തായിരിക്കും? ഞാൻ ഈ കലോത്സവത്തിൽ, സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത ഒരാളൊന്നുമല്ല. പക്ഷെ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും സംസ്ഥാന കലോത്സവത്തിലെ കലാതിലകമായി മാറിയത് അനുപമ കൃഷ്ണൻ എൻ്റെ സ്കൂളിലെ കുട്ടിയായിരുന്നു. അതുപോലെ അവസാനത്തെ കലാതിലകം ആതിര ആർനാഥ്, ആ കുട്ടിയും എൻ്റെ സ്കൂളിലത്തെ കുട്ടിയാണ്. അതിനുശേഷം കലാതിലകവും ഇല്ല. പുതിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ തൃക്കരിപ്പൂർ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ആ കുട്ടികളൊക്കെ നമ്മളെ സ്കൂളിൽ നിന്ന് പറഞ്ഞു, അവർ LP UP ഒക്കെ നമ്മളെ സ്കൂളിൽ കലാതിലകമായി മാറി. അതുപോലെ ഒരു പ്രവീണുണ്ട്, നല്ല ഗായകനായിട്ടുള്ളൊരു കുട്ടി. അവരെല്ലാം നമ്മൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ പിറകിൽ അവരെ കൂടെ നിന്ന ഒരാളാണ്. നാടകവും അതുപോലെ തന്നെ. മാഷി സ്കൂളിൽ നിന്നും കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ പോവായിരുന്നു? പോവും. മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി കുഞ്ഞിനെ കൂടെ പങ്കെടുപ്പിക്കും. അപ്പൊ ഈ അവരിപ്പം നമ്മളോട് പറയുമോ അനുഭവം? പറയും. ഇപ്പോഴും പറയും. ഈ നാടകം മാഷിന് ഏറ്റവും ഇഷ്ടം അങ്ങനെ പോകുമ്പോൾ നാടകത്തിലായിരുന്നു? നാടകം പ്രധാനമായിട്ട്. പിന്നെ സംഘനൃത്തമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. സംഘനൃത്തം ഭയങ്കര രസമല്ല കാണാൻ അല്ലേ? ഈ അന്നൊക്കെ ഈ ഇത്രയും വലിയൊരു പണത്തിന്റെ ഒരു കുത്തൊഴുക്കില്ലായിരുന്നു. അന്ന് പണവുമില്ല, പിന്നെ ഈ സ്റ്റേജിലാണല്ലോ മറ്റേ തത്സമയ വായനയാണല്ലോ മൃദംഗായാലും. ഇവരെ പെട്ടിയും ഇതിലെടുത്ത് നമ്മൾ പോകണം പറകില്. അവർ സ്റ്റേജിൽ കയറി ഇരിക്കുമ്പോൾ ഇവർക്ക് വേണ്ടുന്ന ചൂടുവെള്ളം കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ പെട്ടിയും ഇതിൽ നമ്മളെടുത്തോണ്ട് കൊടുക്കണം. ഇപ്പം സുശീൽ കുമാറിനുണ്ട്, നമ്മളെ ഏറ്റവും പ്രഗത്ഭനാണ് കണ്ണൂരത്തെ മൃദംഗവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാം ഇത് ഒന്ന് രണ്ടും കുറേ സാധനം ഉണ്ടാവുമല്ലോ, ഇതിലെടുത്ത് നമ്മൾ സ്റ്റേജിൽ കൊണ്ടു കൊടുക്കണം. അതുകൊണ്ട് അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തൊരു ആളാണ്. കലാകാരന്മാരുടെ ഒരു സ്നേഹമുണ്ടല്ലേ? ഈ മാഷിന്റെ സബ്ജക്ട് എന്തായിരുന്നു? എന്റെ ഹിന്ദി. അപ്പൊ ഹിന്ദി പദ്യചൊല്ലൊക്കെ പിള്ളേരെ കൊണ്ടുപോകും? തീർച്ചയായിട്ടും. ഈ അനുപമ കൃഷ്ണനായാലും ആതിരക്കായാലും ഹിന്ദി പദ്യചൊല്ലാണ് സംസ്ഥാനത്തിൽ ഫസ്റ്റ് കിട്ടിയത്. നമ്മളെ ഇതുകൊണ്ടല്ല, പക്ഷെ പഠിപ്പിച്ചത് പറയുകയാണെങ്കിലും അവർ സന്തോഷം കൂടിയുണ്ട്. സന്തോഷം കൊണ്ടാ. ഈ നാടകം പഠിപ്പിച്ചിട്ടുണ്ടോ മാഷ്? നാടകം പഠിപ്പിച്ചിട്ടുണ്ട്. നാടകമായിരുന്നല്ലോ നാടകം പഠിപ്പിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വിൻ ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമ്മളെ സബ് ജില്ലാ തലത്തിലും ജില്ലയിലൊക്കെ പങ്കെടുത്ത് മത്സരിച്ച് സ്കൂളിന് വേണ്ടി പങ്കെടുപ്പിച്ചിട്ടുണ്ട്. മാഷ് തന്നെ പഠിപ്പിച്ചിട്ടില്ല. പിന്നീട് ഇപ്പോഴൊക്കെ നമ്മൾ സ്കൂളുകളിലെ മാഷന്മാരല്ല പഠിപ്പിക്കുന്നത് പ്രത്യേകത. പുറത്തുനിന്നുള്ള അധ്യാപകർ പുറത്തല്ലേ? അത് അങ്ങനെയല്ല. അങ്ങനെ എന്താണ് അത്? മുമ്പ് എന്ന് പറഞ്ഞാൽ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ ഇത്രയും എഫർട്ട് എടുക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലെ അധ്യാപകർ പറ്റാവുന്ന മത്സരം പരിശീലിപ്പിക്കും, അവർ പങ്കെടുക്കും. ഇപ്പം അതൊക്കെ മാറി. ഇപ്പോൾ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാസങ്ങളായിട്ടുള്ള പരിശീലനം കൊടുത്ത് പുതിയ രീതിയിലുള്ള നാടക അവതരണം, നല്ല നിലയിലുള്ള അവതരണം, അതിനെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നില്ല. നാടകത്തെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്നില്ല. അതുകൊണ്ട് അതിന്റെ മെച്ചം ഈ നാടകോത്സവത്തിനുണ്ട്, ഇവിടുത്തെ നാടക മത്സരത്തിനുണ്ട്. നല്ല സ്ക്രിപ്റ്റ്, നല്ല അവതരണം. ഇപ്പൊ നാടകം കണ്ടവർക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ്, നല്ല അഭിപ്രായമാണ്. എനിക്ക് അതിനകത്തൊരു വിഷമമുണ്ട് നാടകത്തിനെ കുറിച്ച്. നമ്മൾ നല്ല പണം മുടക്കിയാണ് ഇപ്പൊ നാടകം വരുന്നത്. കലോത്സവത്തോടു കൂടി ആ നാടകം ഇല്ലാതാവും. പിന്നീട് ആ നാടകം ആ കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ പോലും ഒരു വേദി അതില്ല. അത് എനിക്ക് എന്റെ പേഴ്സണലി ഭയങ്കര സങ്കടം. തീർച്ചയായും അത് നമുക്ക് എന്തായാലും
വേദികൾ ഉണ്ടാവണം. നാടകങ്ങൾ അവതരിപ്പിക്കാൻ തുടർന്നും വേദി ഉണ്ടാവണം. നാടകം മറ്റു സ്ഥലത്തൊക്കെ അവതരണവും കാര്യം നടക്കും. പക്ഷേ ആ കുട്ടികളുടെ നാടക മത്സരം അതോടുകൂടി അവസാനിക്കുന്നതിൽ ഒരു പോരായ്മ തന്നെയാണ്. അത് പരിഹരിക്കപ്പെടണം. തുടർച്ചയായി അവർക്ക് അവരെ സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടികൾ അവർ അതിൽ ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പോൾ നാടകം കളിക്കാൻ പോകാൻ പ്രയാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ പിന്നീട് ആ കുട്ടികളൊക്കെ നാടകത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. നല്ല നാടക നടന്മാരൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അറിയപ്പെടുന്ന നടന്മാർ ഉണ്ടായിട്ടുണ്ട്. ഈ നാടകത്തിലൂടെ വന്നവർ തന്നെയാണ്. അപ്പൊ ആ ഒരു അത് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അതെ അതെ അതെ. അതോടൊപ്പം തന്നെ നമുക്കിപ്പം നമ്മുടെ ആധുനികമായിട്ട് എല്ലാം വളർച്ചയിലേക്കാണ് പോകുന്നത് അല്ലേ? ഇപ്പൊ ഈ മൈക്ക് തന്നെ അല്ലെ, പണ്ട് വലിയ മൈക്ക്, ഈ മൈക്ക് തന്നെ വളർന്നു. നാടകത്തിന് അന്നും ഇന്നും ഒരേ സ്റ്റൈലും മൈക്കാണ്. ഷുഗർ മൈക്ക് എന്ന് എന്റെ പേര് പറയാം. അതൊന്ന് ആലോചിച്ച്, ഇപ്പൊ നമുക്ക് സിംഗ് സൗണ്ടിന്റെ കാലമാണ്. ആ കുട്ടികൾ ബൈക്കിൽ വേണം മാക്സിമം സൗണ്ട് എടുത്തോണ്ട് സംസാരിക്കാൻ. ചില നാടകത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കലോത്സവത്തിനില്ല. കലോത്സവം കുട്ടികൾ സ്റ്റേജിന്റെ അങ്ങേറ്റത്ത് പോയി അവിടെ നിന്ന് അലറുവാണ്. അതൊന്ന് മാറ്റണമെന്നൊരു ആഗ്രഹം എനിക്ക് സ്വയം തോന്നിയ കാര്യമാണ്. എന്തായാലും അതിലൊരു കാലാനുസൃതമായ ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. എന്തായാലും മാറ്റം ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞ എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പൊ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റങ്ങൾ മാറ്റങ്ങൾ വരും. ഈ കലോത്സവ ഓർമ്മകൾ ഇപ്പൊ നേരത്തെ ഇങ്ങനെ കൊണ്ടുവന്ന പെട്ടിയൊക്കെ ചുവന്ന് പോകുന്ന സാധനമൊക്കെ പറഞ്ഞല്ലോ. ഈ മാഷ് നല്ല പാട്ടും കവിതയൊക്കെ ചൊല്ലാറുണ്ട്, കുട്ടികൾ കവിതയൊക്കെ ചൊല്ലിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ഓരോ ഉദ്ഘാടനത്തിന് ഇപ്പൊ നടനായപ്പിന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ല, നടനായപ്പിന്റെ ഉദ്ഘാടനത്തിന് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ കവിതകൾ ചൊല്ലും. കുറെ വൈറലായിട്ടുണ്ട് കുട്ടികളെ കവിത. അങ്ങനെ ഒരു സാധനം ഓർത്തെടുക്കുകയാണ് ഏത് നമുക്ക് ചൊല്ലാം. നാടൻപാട്ടും പാടും, അത്യാവശ്യം നാടൻപാട്ടുണ്ട്, നാടകഗാനം അല്ല ഏതെങ്കിലും. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ, ധ്യാനലീനമീരിപ്പൂ ഞാൻ ഗാനമെന്നെ മറക്കുമോ, എന്റെ ഗാനമെന്നിൽ മരിക്കുമോ, ശ്യാമസുന്ദര പുഷ്പമേ. ഇപ്പൊ പെണ്ണ് കേസ് റിലീസായിട്ടുണ്ട്. നമ്മളെ ഫെബിൻ സിദ്ധാർത്ഥ്, പിന്നെ നിഖില വിമൽ നായികയായിട്ട്. 30-ാം തീയതി പ്രകമ്പനം നമ്മളെ വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത സിനിമ റിലീസാവുന്നുണ്ട്. പിന്നീട് ദുരൂഹ സാഹിത്യം നമ്മുടെ സ്വന്തം രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. അത് വിട്ടിട്ടുള്ള ഒരേ സമയത്ത് ചിരി പരിപാടിയിലാണ് നമ്മളെ കൊണ്ടുവന്ന അദ്ദേഹം. അത് നമ്മൾ ഒരുമിച്ച് ചിരിച്ചു. തീർച്ചയായിട്ടും രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ നമ്മുടെ ദുരൂഹ സാഹചര്യത്തിൽ ചാക്കോച്ചനും രതീഷ് ബാലകൃഷ്ണ പൊതുവാളും എന്നെ അതിൽ വീണ്ടും വിളിച്ചതിൽ സന്തോഷം. അതും റിലീസാവുന്നുണ്ട്. പിന്നെ സീരിയലിൽ ഒരു ഗസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അത് തീർന്നു. സിനിമ ഏതാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് മെരി ബോയ്സ്. ഇപ്പൊ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞു. ഇനി വരാൻ വേണ്ടി പോകുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു കാഞ്ചനമാല പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. മറ്റൊന്ന് റേഡിയോ മോസ്കോ, അത് ഫെബ്രുവരിയിൽ ഷൂട്ടുണ്ട്. മാർച്ച് മാസത്തിൽ നമ്മുടെ ബിജു മേനോൻ നായകനായിട്ടുള്ള തലയുണ്ട് ഉടലില്ല സുഗീത്. ഞാൻ അവിടെ ഫ്ലാറ്റിൽ പോകും, എപ്പോഴും പോകും. എനിക്ക് വേഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നിലവിൽ ഒരു 10 ദിവസം ഷൂട്ട് ചെയ്തിട്ട് പിന്നെ തുടങ്ങുവാണല്ലോ. അത് തൽക്കാലം 10 തോലെ അങ്ങോട്ട് തന്നെ മാറ്റി. പിന്നെ നല്ല പേര്, തലയുണ്ട് ഉടലില്ല. പിന്നെ പ്രേം പാറ്റ ഏപ്രിലിൽ ഷൂട്ട് തുടങ്ങുന്നുണ്ട്. പറഞ്ഞിട ചെറിയ 2026 കൈതന്നെ സിനിമകളുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അങ്ങനെയാണല്ലോ മാഷ, നമുക്ക് അതാണല്ലോ ആഗ്രഹം. അതാണ് ആ ഒരു സ്നേഹം ആളുകൾ നമ്മളെ സ്വീകരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഒരിക്കലും നമ്മള് മാഷ എപ്പോഴും ഒരിക്കലും സിനിമ നടനാവുന്ന പ്രതീക്ഷിക്കാത്ത അല്ലേ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സിനിമ നടന്നില്ല അഭിപ്രായം ഇല്ല. നമ്മൾ പഴയതുപോലെ എല്ലാ കർഷക തൊഴിലാളി യൂണിയന്റെ ആളുമായി എല്ലാം അതുപോലെ ആലോചിച്ച് അതൊന്നും ഇവിടം വരെ എത്തി. അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും ഉണ്ടാവുകയും ചെയ്യില്ല. ഞാൻ എന്ന് തൊട്ട് കാണുന്നു അന്ന് വരെ അതേ സ്നേഹമാണ് അതാണ് നമ്മളൊക്കെ എപ്പോഴും. അതെന്നും ബാക്കി ഉണ്ടാവും. ഇവിടെ കലോത്സവ വേദിയിൽ വന്നപ്പോഴും നമ്മൾ കണ്ടുമുട്ടുവാണ് അല്ലെ, ഇവിടെ വിളിക്കുവാണ്, ഞാൻ വിളിക്കുവാണ് അല്ലെ. ആ സ്നേഹമാണ് എന്തായാലും കലോത്സവ വേദിയിലെത്തി നമ്മളോടൊപ്പം കുറച്ച് സമയം നമ്മൾ സദ്യ കഴിക്കാൻ പോകണം. ഞാൻ ഇതുവരെ സദ്യ കഴിക്കാൻ പോയില്ല, പക്ഷെ കുഞ്ഞിക്കൽ സമാസം വന്നുകൊണ്ട് അവിടെ പോയി സദ്യ കഴിക്കാൻ ഒത്തിരി സന്തോഷം.